തൃശ്ശൂർ നഗരത്തിൽ ശക്തമായ വെള്ളക്കെട്ടാണ് ഇന്നലെ ഉണ്ടായത്. ഫോർസ് മോനിഷ എന്ന് പറയുന്ന അപ്പാർട്ട്മെന്റുകളിലാണ് ഇന്നലെ വെള്ളം കയറിയത്. 4 കാറുകൾ അവിടെ പാർക്ക് ചെയ്തിരുന്ന കാറുകൾ 4 എണ്ണം ഉണ്ടായിരുന്നു. ഈ 4 എണ്ണവും ഈ വെള്ളത്തിൽ മുങ്ങി നശിച്ചു പോയ ഒരു സ്ഥിതിയാണ് നിലവിലുള്ളത്. അതായത് ഈ കാറിൻ്റെ എല്ലാം തന്നെ ഇത്രത്തോളം വെള്ളം കയറിയിട്ടുണ്ട്. പ്രളയ സമയത്ത് ഉണ്ടായിരുന്നതിന് സമാനമായി തന്നെയാണ് ഇവിടെ എല്ലാം തന്നെ വെള്ളം കയറുന്നത്. അതായത് മുകളിലത്തെ നിലയിൽ നിന്ന് ആളുകൾക്ക് താഴെ ഇറങ്ങി വന്ന് ഈ കാറൊന്നും മാറ്റാനായി പോലും സമയം കിട്ടാത്ത അത്രയ്ക്കും വേഗത്തിലായിരുന്നു ഇതിലൂടെ എല്ലാം തന്നെ വെള്ളം കയറിയതെന്നാണ് ഇവിടെ ഉണ്ടായിരുന്നവർ പറയുന്നത്. 2 സ്കൂട്ടറാണ് ഇവിടെയുള്ളത്. ഈ 2 സ്കൂട്ടറിനും മുകളിലായിരുന്നു വെള്ളത്തിൻ്റെ ഒരു അളവ് ഉണ്ടായിരുന്നത്. പുറത്തുനിന്ന് കാനയിലൂടെ വെള്ളം പോകാത്ത സ്ഥിതി ഉണ്ടായിരുന്നു. അങ്ങനെ ആ വെള്ളമെല്ലാം തന്നെ ഒഴുകി പാലസ് റോഡിൽ നിന്നും മറ്റുമെല്ലാം തന്നെ ഇങ്ങോട്ടേക്ക് എത്തിയതാണ്. ചേട്ടാ, എങ്ങനെയായിരുന്നു ആ വെള്ളം പെട്ടെന്ന് എത്തുകയായിരുന്നു? പെട്ടെന്ന് ഒരു 5 മിനിറ്റ് കൊണ്ടോ സമയം കൊണ്ട് കംപ്ലീറ്റ് വെള്ളം ഫുള്ളായി. 10 മിനിറ്റിനുള്ള ഫുള്ള് ബേസ്മെന്റ് നിറഞ്ഞു. അവിടെ നിന്ന് ഒരു ഗഷ് ഓഫ് വാട്ടർ വന്നിരുന്നത്. നമ്മൾ ഡാമൊക്കെ തുറന്നിടുമ്പോൾ വന്ന പോലെ വെള്ളം പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട് ഇതിനു മുമ്പ്. അന്ന് നമ്മൾ കോർപ്പറേഷനിലും കൗൺസിലറുടെ അടുത്തൊക്കെ പറഞ്ഞതാണ് ഇതിന് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ ചെയ്യണമെന്ന്. പക്ഷെ ഒന്നും ഇഫക്റ്റീവായിട്ടൊന്നും. വെള്ളം പോയിരുന്നോ? ഇല്ല, കാനിലൂടെ വെള്ളം പോയിട്ടില്ല. ആ കാനയിൽ എവിടെയോ ബ്ലോക്ക് വന്നിട്ടാണ് വെള്ളം ഇത്രയും കൂടെ. അല്ലെങ്കിൽ ആ വലിയൊരു ഡ്രെയിനേജ് പോകുന്നുണ്ട് അതിലൂടെ. കുറേ വെള്ളം അതിലൂടെ പോയേനെ അല്ലെങ്കിൽ